നമസ്കാരം, SUT പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് സ്പെഷ്യൽ എപ്പിസോഡാണ് ഉള്ളത്. അതിനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് SUT ഹോസ്പിറ്റലിൻ്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും അതുപോലെ തന്നെ പ്രശസ്ത സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റുമായ ശ്രീ രാജലക്ഷ്മി മാഡമാണ്. മാഡത്തിനെ സ്വാഗതം ചെയ്യാം. ഒപ്പം നമ്മുടെ ക്വയറീസ് ഒക്കെ ചോദിക്കാം. സ്വാഗതം മാം. നമസ്കാരം മാം. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം ഹാർട്ട് അറ്റാക്ക് സ്പെഷ്യലാണ്. ഇപ്പോൾ ഈ അടുത്ത് കുറേ വാർത്തകൾ വരുന്നുണ്ട്. കാർഡിയോളജി സംബന്ധമായിട്ടുള്ള പണ്ടൊക്കെ ഒരു പ്രായം കഴിഞ്ഞാലാണ് അറ്റാക്ക് വരുന്നത്. ഇപ്പം ചെറുപ്പക്കാർക്കും അറ്റാക്ക് വരുന്നുണ്ട്. അപ്പം ഇതിനൊരു പ്രായമില്ലേ? ഈ അറ്റാക്ക് എപ്പോൾ വേണമെങ്കിലും വരാമോ? അത് വളരെ നല്ല ചോദ്യമാണ്. പ്രസക്തിയുമുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പാശ്ചാത്യരിൽ കാണുന്നത് ഒരു 50-60 വയസ്സിൽ കാണുന്നത് നമ്മുടെ ഇടയിൽ ഒരു 10-20 വർഷം മുമ്പ് തന്നെ കാണുന്നുണ്ട്, ചെറുപ്പക്കാരിലും കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 30 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ വേഗം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ എമർജൻസി ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കത് അതിശയം തോന്നാറില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 30കളിലും 40കളിലും ഹാർട്ട് അറ്റാക്ക് സാധാരണമായി ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ജീവിതശൈലി തന്നെ ആയിരിക്കണം, പിന്നെ കുറച്ച് നമ്മുടെ ജനറ്റിക് ഇൻഫ്ലുവൻസും ഉണ്ട് ഇതിൻ്റെ കാരണമായി പറയുകയാണെങ്കിൽ. മാം, അപ്പം ഹാർട്ട് അറ്റാക്കിനുള്ള ഏറ്റവും മികച്ച ചികിത്സ എന്താണ് ഉള്ളത് ഇപ്പോൾ നിലവിലുള്ളത്? ഹാർട്ട് അറ്റാക്കിനുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് വിശദീകരിക്കാം. നമ്മുടെ ഹാർട്ടിൻ്റെ മാംസപേശികൾക്കുണ്ടാകുന്ന ക്ഷതമാണ് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. ഈ മാംസപേശികൾക്ക് ക്ഷതം സംഭവിക്കുന്നത് മാംസപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തധമനികൾ അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ ഒരു ബ്ലോക്ക് സംഭവിക്കുമ്പോഴാണ്. ഇത് രക്തം കട്ടപിടിച്ച് രക്തക്കുഴൽ പൂർണ്ണമായിട്ട് അടയുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം സംഭവിക്കുന്നത്. ഈ രക്തം കട്ടപിടിച്ചത് പൂർണ്ണമായിട്ട് ആ രക്തക്കുഴലിനെ അടവ് അത് വരുത്തുമ്പോഴാണ്. ഇത് നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ, പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ, രക്തോട്ടം മാംസപേശികളിലേക്ക് അത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഹാർട്ട് മസിൽസിനുണ്ടാകുന്ന ഡാമേജ് കുറഞ്ഞിരിക്കും. ഇതാണ് പ്രാഥമികമായിട്ടും ഹാർട്ട് അറ്റാക്കിന് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഒരു ECG ഒക്കെ എടുത്ത് അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും എളുപ്പം ഈ ചികിത്സ ചെയ്യണം. അതായത് നമുക്കിത് അസമയത്തും അർദ്ധരാത്രിയുമാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ട് ഒരു ECG എടുത്ത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അത് നമ്മൾ അതിൻ്റെ ഡയഗ്നോസിസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കാത്തലാബുകളുള്ള ICU ഫെസിലിറ്റി ഉള്ള ഒരു ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ നമുക്ക് ലഭ്യമാണ്. ഇത് ഉടനെ ചെയ്യേണ്ടതായതുകൊണ്ടും അതിൻ്റെ ഹാർട്ട് മസിൽസിൻ്റെ ഡാമേജ് ഏറ്റവും മിനിമം ആക്കാനുമായിട്ട് ഉള്ള ചികിത്സ നമ്മുടെ SUT ഹോസ്പിറ്റലിൽ 24 മണിക്കൂറും ഇതിന് ഞങ്ങളുടെ കാത്തലാബ് എന്ന് പറയുന്ന തിയേറ്റർ സജ്ജമാണ്. അതായത് ഇവിടെയുള്ള സ്റ്റാഫ്, ഇത് ചെയ്യേണ്ട കാർഡിയോളജിസ്റ്റ്, ഒരു കാത്തലാബിലുള്ള നഴ്സിംഗ് ടീം, ടെക്നീഷ്യൻസ് എല്ലാവരും ഒരു ടീം ഡെയിലി ഓൺ ഡ്യൂട്ടിയാണ്. 24/7 ഈ ഫെസിലിറ്റി നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അത് നമ്മുടെ ഇവിടെ സെൻട്രലിലും ആയതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സസിബിളുമായിട്ടൊരു സ്ഥലമാണ്. ഇത് നമുക്ക് എല്ലാവരിലും എത്തിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് നമുക്ക്. ഈ ചികിത്സ രോഗി ഒരു മെഡിക്കൽ കോൺടാക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 90 മിനിറ്റ്സിൽ നമ്മളിത് ചെയ്തു കൊടുക്കണം. അപ്പോൾ രക്തോട്ടം തിരിച്ച് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഹാർട്ട് മസിൽസിനുള്ള ഡാമേജ് കുറയും. ഹൃദയാഘാതത്തിൻ്റെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഇഫക്ട്സും ഒക്കെ കുറഞ്ഞിരിക്കും. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമില് ഇത് ഞങ്ങൾ പറയുന്നത് ടൈം ഇസ് മസിൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആൻഡ് ഫസ്റ്റ് 6 hours ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത്. ഈ സമയത്തിനകം പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ മസിൽ ഡാമേജ് കുറഞ്ഞിരിക്കും. നിങ്ങൾ അത് 1 മണിക്കൂറിനകമാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. പിന്നെ ഹാർട്ട് അറ്റാക്കിന് ഇത് മാത്രമേ ഉള്ളൂ ചികിത്സ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മരുന്നുകളും ഉണ്ട്. പക്ഷേ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ 90% സക്സസ്ഫുൾ ആണ്, വിജയകരമാണ്. അതുകൊണ്ടാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് ആദ്യത്തെ 90 മിനിറ്റിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ വേറെ മരുന്നുകളും അതിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒരു സ്ഥലത്ത് കാത്തലാബ് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഇതിന് മരുന്നുകളുണ്ട്. മരുന്നിന് ഇത്രയും വിജയസാധ്യതയില്ല. ആദ്യത്തെ 1 മണിക്കൂറിലാണെങ്കിൽ 90%, പിന്നത്തെ ഓരോ മണിക്കൂർ കഴിയും തോറും ഫസ്റ്റ് 3 hours 66% സാധ്യതയുള്ളൂ ആ രക്തം കട്ടപിടിച്ച കുഴൽ തുറക്കുന്നതിന്. 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 33% ഈ രക്തം കട്ടപിടിച്ച കുഴൽ തുറക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത്. ലോകത്ത് ഏത് സ്ഥലത്ത് നോക്കിയാലും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ് ഹാർട്ട് അറ്റാക്കിനുള്ള ഏറ്റവും നല്ല ചികിത്സയായിട്ട്. മാഡം, നമുക്ക് ഒരു അറ്റാക്ക് വന്ന ഒരാൾക്ക്, ഒരു രോഗിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്താനായിട്ട് കഴിയുമോ?
ഇത് വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്, വളരെ പ്രാധാന്യമുണ്ട്. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഏത് രോഗിക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോ, എനിക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചു വരാൻ പറ്റും. വളരെ ചുരുക്കം കേസസിൽ, അതായത് മാസീവ് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന നിലയിലുള്ള അങ്ങനത്തെ ഒരു ചെറിയൊരു ശതമാനം രോഗികൾ ഒഴിച്ചാൽ സാധാരണ രോഗികൾക്ക് തിരിച്ചു വരാൻ പറ്റും. നിങ്ങൾക്ക് ജോലിയിൽ, അതായത് പ്രൊഫഷണൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധ്യമാണ്. പക്ഷേ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും ആയിരിക്കണം. എന്താ വെച്ചാൽ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ പൊതുവേ ഉള്ള ധാരണ ഇത് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ കുറെ ആൾക്കാർക്ക് ടെൻഷനാണ്, ഇത് ജോലിക്ക് തിരിച്ച് എപ്പോൾ കയറാൻ പറ്റും, അതൊക്കെ നിർദ്ദേശപ്രകാരം ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ വളരെ ശാരീരിക അധ്വാനം ഉള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്കും ഒക്കെ തിരിച്ചു വരാൻ സാധ്യമാണ്. അങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ അവരുടെ ഒരു അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ശരീര പ്രകൃതം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ അപ്പോൾ നിങ്ങളുടെ ആ ജീവിതശൈലി മൂലമോ നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതായത് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി അതിൽ രക്തം കട്ട പിടിച്ച് ഒരു തടസ്സമുണ്ടായി. ആകെ ഹാർട്ടിൻ്റെ 3 കുഴലുകളേ ഉള്ളൂ. ഇതേപോലത്തെ രക്തക്കുഴലിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളുടെ ബാക്കി ഭാഗങ്ങളിലും, അതായത് തലച്ചോറിലും വൃക്കയുടെ കുഴലുകളിലും കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കുഴലുകളിലും ശരീരത്തിലുള്ള എല്ലാ കുഴലുകളിലും വ്യത്യാസം വരാം. അപ്പോൾ അത് തടയാനാണ് നമ്മൾ. അപ്പോൾ ഹാർട്ട് അറ്റാക്കിന് നമുക്ക് പ്രിവെൻഷനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ തരത്തിലും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മരുന്നുകൾ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ടി വരും. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ. അതുപോലെ ഇതിൻ്റെ പ്രാഥമികമായിട്ട് ഇത് വരുന്നത് തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയിട്ടാണ്, കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടാണ്. അതിൻ്റെ പുറത്ത് ഒരു വിള്ളലും കൂടെ സംഭവിച്ചിട്ടാണ് രക്തം കട്ട പിടിക്കുന്നത്. അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റെൻറ്റിലും രക്തം കട്ട പിടിക്കാതിരിക്കാൻ, പിന്നെ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കുറയാനുള്ള കൊളസ്ട്രോളിൻ്റെ ഇത് ലൈഫ് ലോങ് ആയിരിക്കും. അതുപോലെ പിന്നെ വേറെ ചില ഗ്രൂപ്പുകളുണ്ട്. അപ്പം മരുന്നുകൾ നിങ്ങൾ എന്തായാലും ചിലതെങ്കിലും ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 1-2 മാസം കഴിഞ്ഞ് കുറയ്ക്കാവുന്ന മരുന്നുകളും കാലക്രമേണ ചിലപ്പോൾ നിങ്ങളുടെ മെഡിസിൻ്റെ ലിസ്റ്റ് കുറഞ്ഞു വരുമായിരിക്കും. പക്ഷേ ലൈഫ് ലോങ് വേണം. പിന്നെ ആരോഗ്യകരമായ ഒരു ജീവിത രീതി ആയിരിക്കണം. അതിൽ നിങ്ങളുടെ ആഹാരക്രമവും ഉൾപ്പെടും, വ്യായാമം ഉൾപ്പെടും. വ്യായാമം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക. എപ്പോഴും നമ്മളിപ്പം പടി കയറാനുള്ള സ്ഥലത്ത് പറ്റുന്നത് പോലെ സ്റ്റെപ്സ് കയറുകയും, അപ്പോൾ എപ്പോഴാണെങ്കിലും കുറച്ച് ബ്രേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആക്റ്റീവായിരിക്കാനും, നിങ്ങൾക്ക് ട്രെഡ്മിൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജോലി ചിലപ്പോൾ പരിമിതി കാണും, ഇന്ന സമയത്ത് നമുക്ക് നടക്കാൻ പോകാനും അങ്ങനെയൊക്കെ, അപ്പോൾ ജിമ്മിൽ പോകാനും ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക. മേ ബി നിങ്ങൾ ഷട്ടിൽ കളിക്കുന്ന ആളാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ബ്രിസ്ക് വാക്കിംഗ് ആയാലും മതി, ജോഗിങ്ങോ സ്വിമ്മിങ്ങോ സൈക്ലിങ്ങോ റണ്ണിങ്ങോ, അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി നല്ലതാണ്. ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, ഈ കൊഴുപ്പ് കൂടുതലുള്ള ജങ്ക് ഫുഡും അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യുക. വറുത്ത് പൊരിച്ച സാധനങ്ങളൊക്കെ മിനിമം അവോയ്ഡ് ചെയ്യുക, മാക്സിമം മിനിമം ആക്കുക. അതുപോലെ കാർബിൻ്റെ അളവ്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ, സ്റ്റാർച്ചിൻ്റെ അളവ് കുറയ്ക്കുക. അതുപോലെ ഫൈബർ കൂടുതലുള്ള ഡയറ്റും പച്ചക്കറിയും പഴങ്ങളും ധാരാളം ഉൾപ്പെടുത്തി, അത് പ്രോട്ടീനും ധാരാളം. അതെ, ഈ കാര്യങ്ങൾ ഒരു പരിധി വരെ. സ്മോക്കിംഗ് ഉള്ളവർ ക്വിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്പർ 1. അതുപോലെ നിങ്ങളുടെ കീപ് യുവർ നമ്പേഴ്സ് നോർമൽ എന്ന് പറയും ഞങ്ങൾ. അതായത് നിങ്ങൾക്കിപ്പം ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക്, നമ്പേഴ്സ്. ആ നമ്പർ, അതായത് ബ്ലഡ് പ്രഷർ നോർമലി മെയിൻറ്റെയിൻ ചെയ്യുക. ഷുഗേഴ്സ് ചെക്ക് ചെയ്യുക. ഷുഗേഴ്സിന് ഡയബറ്റിക് ആണെങ്കിൽ മരുന്നുകളും ആഹാരക്രമവും നമ്മൾ എക്സസൈസും അത് മെഡിസിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, അതുപോലെ കൊഴുപ്പിൻ്റെ അളവ്. അപ്പോൾ ഈ നമ്പേഴ്സ്, പിന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ്, അതും നോർമൽ. ഈ നമ്പേഴ്സൊക്കെ ഒന്ന് നോർമൽ കീപ്പ് ചെയ്യുക. ദർ ആർ സർട്ടൻ നോംസ് ഓരോ ഏജിനും വേണ്ട. ഇതൊക്കെ ഈ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം വളരെ പ്രധാനമാണ്. അതെ അതെ, കാരണം ഈ നമ്പേഴ്സിനെ ആണ് ബാക്കി നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കും എന്നുള്ളതിന് നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നത്. അതെ അതെ, ഇത് നമുക്ക് പ്രിവെൻഷന് വളരെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ് ഇത്. അപ്പോൾ നമ്മൾ ഒരു പ്രായത്തിന്റെ കാര്യം പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ നമ്മൾ ഇത് ഒരു പുറം രാജ്യങ്ങളിൽ എബവ് 40 ഇയേഴ്സ് എല്ലാവരും ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ ഏഷ്യൻസിന് കൂടുതലാണ്. ഏഷ്യൻ ഇന്ത്യൻസിനാണ് മാക്സിമം
ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കും ഒക്കെ. അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു 30 കഴിഞ്ഞാൽ തന്നെ ചെക്ക് ചെയ്യാം. നോർമൽ ആണെങ്കിൽ നിങ്ങളൊരു 3 മുതൽ 5 വർഷം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി. 30 വയസ്സിൽ 30കളിലാണെങ്കിൽ 40 വയസ്സിന് ശേഷം ഇയർലി ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്ട്രിക്റ്റ് ആയിട്ടും ആ നമ്പേഴ്സ് നോർമലായിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഷോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇതാണ്. കാരണം നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഏർലി തന്നെ ഇത് കണ്ടെത്താൻ കൂടുതലാണ്. നേരത്തെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ 40s ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ അല്ലേ ഇടയ്ക്ക് ഓരോ ഇയറിൽ നമ്മുടെ ഇവിടെ 30കൾ കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേക കാർബൊക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു ചാൻസസ് കൂടുതലാണ്. സോ അപ്പോൾ എല്ലാവരും ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ പ്രായം അനുസരിച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ലൊരു പരിധി വരെ, അതായത് ഒരു 85% നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ അല്ല, ഇതിന്റെ റിസ്ക് കുറച്ച് കൊണ്ടുവരും. നമ്മളിപ്പോൾ അറ്റാക്ക് കഴിഞ്ഞവരും ശ്രദ്ധിക്കണം, വരാതിരിക്കാനും ഈ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാം, ആൻജിയോപ്ലാസ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഈ ആൻജിയോപ്ലാസ്റ്റി അറ്റാക്ക് വന്നവർക്ക് മാത്രമാണോ ചെയ്യുന്നത്, അല്ലാത്ത പേഷ്യൻസിനും ചെയ്യാറുണ്ടോ? അങ്ങനെ ആവശ്യം വരാറുണ്ട്. ഹാർട്ട് അറ്റാക്കിന് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുമ്പോഴാണ് അത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. അത് നമ്മൾ സമയം നോക്കാതെ, ഞാൻ പറഞ്ഞല്ലോ, അർദ്ധരാത്രിയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും വിതിൻ 90 മിനിറ്റ്സ് അത് നമ്മൾ ചെയ്തിരിക്കണം, ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് നടക്കുമ്പോഴോ എന്തെങ്കിലും സ്ട്രെയിൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ വെയിറ്റ് എടുക്കുമ്പോഴോ നിങ്ങൾക്ക് നെഞ്ചിൻ്റെ നടുക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളത് ആൻജൈന എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് എലക്റ്റീവായിട്ട് ആൻജിയോപ്ലാസ്റ്റി ആവശ്യം വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള രോഗികൾ ചില ടെസ്റ്റുകൾ, ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഹാർട്ടിൻ്റെ സംബന്ധിച്ച പെയിൻ ആണോ അവർക്ക് അനുഭവപ്പെടുന്നതെന്നുള്ളത് നമ്മൾ ആ ടെസ്റ്റ് വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ബ്ലോക്കുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളത് എലക്റ്റീവായിട്ട്, അതായത് പ്ലാൻ ചെയ്ത് രോഗിക്കും നമ്മളുടെ സൗകര്യം കൂടി അനുസരിച്ച് ആൻജിയോഗ്രാം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ബ്ലോക്കുകൾ നമ്മൾ എലക്റ്റീവായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് മാറ്റാറുണ്ട്. അപ്പോൾ അതൊരു കോമൺ കേസാണ്. എല്ലാവരും വിചാരം ഈ അറ്റാക്ക് വരുന്നവർക്ക് മാത്രമാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അത് എമർജൻസി ആയിട്ട് ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക്. മറ്റേത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്, അതാണ് ധാരാളം വരുന്നത്. ഇപ്പം ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കൊക്കെ പലർക്കും ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ആൻജിയോഗ്രാമും പിന്നീട് ആൻജിയോപ്ലാസ്റ്റിയും ആണ്. ആൻജിയോഗ്രാം അതിന്റെ ടെസ്റ്റാണ്, ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പ്രൊസീജിയറാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, എനിക്കൊന്ന് ക്ലിയർ ആയി. ഇനി നമ്മളെപ്പോഴത്തെ സാധാരണക്കാർക്ക് അങ്ങനത്തെ ഒരു സംശയം നിൽക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റിയിൽ തന്നെ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം എന്താണ്? ഇപ്പം ഈ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വയറ് കടത്തി ഒരു ബലൂൺ വെച്ചിട്ട് ആ ക്ലോട്ട് സൈഡിലേക്ക് ഇതാക്കി എടുക്കും, സൈഡിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു സ്റ്റെൻറ്റ് ഇടുക, മെറ്റാലിക് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഒരു മെഷാണ്, വയറിൻ്റെ ഒരു നെറ്റ് പോലെ ഉണ്ടാവും, അതാണ് സ്റ്റെൻറ്റ്. ഈ സ്റ്റെൻറ്റുകൾ തന്നെ പുതിയ ആധുനീകരിച്ച മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റുകളാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ ഈ രക്തം കട്ട പിടിച്ചത് ആദ്യം നമ്മളത് വലിച്ചെടുത്ത് ആസ്പിറേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പം നേരത്തെയൊക്കെ ആസ്പിറേഷൻ ചെറിയ ട്യൂബുകൾ കാത്തീറ്റർ ഇട്ടിട്ട് നമുക്ക് വലിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കും ഉണ്ട്, പല സ്ഥലങ്ങളിലും അവൈലബിൾ ആയിരിക്കും. അതായത് നമുക്ക് മെക്കാനിക്കലായിട്ട് ഈ ത്രോംബസ് ക്ലോട്ടാണല്ലോ അറ്റാക്കിന്, ആ ക്ലോട്ട് വലിച്ചെടുത്ത് കളയുമ്പോൾ അവിടുത്തെ ഒരു നല്ല അത് വെസൽ ഓപ്പൺ ആകും. അതായത് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയും. അതിന് കറ്റാരക്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ കാത്തീറ്റർ ഉണ്ട്, കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ അത് യൂസ്ഫുൾ ആണ് എമർജൻസി ആയിട്ട് ചെയ്യുമ്പോൾ. നമുക്ക് ഫെസിലിറ്റി ഉണ്ട്. അത് സ്പെഷ്യൽ അല്ല, അതൊരു അഡീഷണൽ എക്യുപ്മെന്റ് ആണ്, അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ സാധാരണ ആൻജിയോപ്ലാസ്റ്റി അത് ചെയ്യുമ്പോൾ എമർജൻസിയുടെ അല്ല, എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ പല ബ്ലോക്കുകളിലും അത് ക്രോണിക് ആയതുകൊണ്ടും ഒരു കുറച്ച് കോംപ്ലക്സ് ആയതുകൊണ്ടും കാൽഷ്യം ഒക്കെ വന്ന് അടഞ്ഞു കൂടി അത് വളരെ ഹാർഡായിരിക്കും. അപ്പം അത് ബ്രേക്ക് ചെയ്യാനൊക്കെ ഉള്ള പുതിയ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് റോട്ടബ്ലേഷൻ എന്ന് പറഞ്ഞാൽ കാൽഷ്യം അത് ചുരണ്ടി കളയുന്ന ആ എക്യുപ്മെൻറ്റ് നമുക്കുണ്ട്. അത് പക്ഷേ ഇപ്പം ന്യൂ എന്ന് പറയാനില്ല, അപ്പം അതെ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഒരു എക്യുപ്മെന്റ് ആണ്, എക്യുപ്മെന്റ് അല്ലേ? അതെ അതെ. പക്ഷെ അത് കുറച്ച് കാലമായിട്ട് അവൈലബിൾ ആണ്. അപ്പം അത് യൂസ് ചെയ്യാറുണ്ട്. അഡീഷണൽ സംവിധാനങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ്. പിന്നെ ഈ കല്ല് പൊട്ടിക്കുന്നത് ലിത്തോട്രിപ്സി എന്ന് പറയും. ഈ നമുക്ക് കിഡ്നി സ്റ്റോൺ ഒക്കെ പൊട്ടിക്കില്ലേ, ലിത്തോട്രിപ്സി എന്ന് പറയും. അപ്പൊ അതുപോലെ ഈ ഇതിന്റെ അകത്തും കാൽഷ്യം അടിഞ്ഞു കൂടിയിട്ടുള്ളതില് രക്തക്കുഴലിലെ ബ്ലോക്കില് കാൽഷ്യം കാണും. അപ്പൊ അത് ഹാർഡായിരിക്കും. അത് പൊട്ടിച്ചു കളഞ്ഞ IVL കത്തീറ്റർ എന്ന് പറയും. ഇത് അധികം സംസാരിച്ച് കേട്ടിട്ടില്ലാത്ത, അധികം ആളുകൾ ഒന്നും സംസാരിച്ച് കേട്ടിട്ടില്ലാത്ത, അതും നമുക്കറിയാം. അതെ അതെ, അത് അവൈലബിൾ ആണ്. അത് ഈ കാൽഷ്യം ഉള്ള ചില കേസസിന്
അത് ബ്രേക്ക് ചെയ്താലേ സ്റ്റെന്റ് ഇടാൻ പറ്റുള്ളൂ. സ്റ്റെന്റ് പോയി ഓപ്പൺ ആവില്ലായിട്ട്. അപ്പൊ നമ്മൾ കാൽഷ്യം ബ്രേക്ക് ചെയ്തിട്ടാണ്. അതിന്റെ ഒരു സംവിധാനമാണ് ഹൈ പ്രഷർ ബലൂൺസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഈ റോട്ടബിലേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ കാൽഷ്യം ചുരണ്ടി കളയും. ചില കാൽഷ്യം ഉള്ള കേസിന് IVL കത്തീറ്റർ എന്ന് പറയും, ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി. അതായത് ആ ബലൂൺ ഇട്ട് ഹൈ പ്രഷറിൽ ഇതായിട്ട് കാൽഷ്യം സൈഡിലേക്ക് ഇങ്ങനെ അത് പൊട്ടി ഫ്രാക്ചേർഡ് ആവും. അപ്പൊ പിന്നെ സ്റ്റെന്റ് ഇടാൻ പറ്റും. അതുപോലെയാണ് ഈ ലേസർ സംവിധാനങ്ങളൊക്കെ, അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഇതിനാണ് നൂതനമായ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് പലതും നമ്മുടെ ഇവിടെയും അവൈലബിൾ ആണ്. അതൊക്കെയാണ് പുതിയ മെത്തേഡ്സ് ആൻജിയോപ്ലാസ്റ്റിയിലെ. ഓവർ ദി ഇയേഴ്സ് സയൻസ് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമല്ലേ. അപ്പൊ അത് എല്ലാ ശാസ്ത്രത്തിലും എന്ന പോലെ മെഡിസിനിലും അത് ആൾക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള അഡ്വാൻസസ് ആണ് നമ്മള്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളൊരു നമ്മൾ കടമയുണ്ട്, ബാധ്യതയുണ്ട്. മാഡം, നമ്മൾ ഈ അറ്റാക്കിന്റെ പല കാര്യങ്ങളും ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ആക്ച്വലി നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, നമ്മൾ ഒരു അറ്റാക്ക് വന്നാൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാമോ? നിങ്ങൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും അടുത്തൊരു ICU ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നിങ്ങൾക്ക് അത് എല്ലാ നെഞ്ചുവേദനയും സാധാരണ ആൾക്കാർ പറയുന്നത് ഇത് ഗ്യാസ് ആണെന്ന്. ഒരിക്കലും ഇത് ഹാർട്ടിൻ്റെ ആണോ എന്ന് സംശയം പോലും പറയാറില്ല, ഗ്യാസിൻ്റെ ആണ്. അപ്പോൾ ആദ്യത്തെ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ആദ്യത്തെ 6 മണിക്കൂർ ഞങ്ങൾ ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ അതിൻ്റെ സംശയം ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ബാക്കിയുള്ള ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്താൽ, ഒരു ECG, ഒരു ട്രോപ്പൊനിൻ ടെസ്റ്റ്, ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്കിൻ്റെ ആണോ എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള ചികിത്സ ഉടനെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇത് സാധാരണ ഏറ്റവും അടുത്തുള്ള ഒരു ICU ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുക, അതാണ് ഇത്. എല്ലാവരിലും എത്തണം. ഇതിൽ ആദ്യത്തെ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ആ സമയത്ത് നമ്മൾ ചികിത്സ തേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഫർദറിലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിസ്സാരമാക്കി കളയരുത്, അതിന് പ്രാധാന്യമുണ്ട്. അത് ഉടനെ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് നടപടിയെടുക്കണം. പിന്നെ ഇത് തടയാനുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങളൊരു ആരോഗ്യകരമായ ഒരു ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഭക്ഷണക്രമം, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്ത് ഒരു ഫൈബർ കൂടുതലുള്ള പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഡയറ്റിലേക്ക് വരിക, ലോ കാർബ്. അതുപോലെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. നിങ്ങളുടെ ഈ നമ്പേഴ്സ് നോർമലായിട്ട് കീപ്പ് ചെയ്യുക. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതിൻ്റെയും സ്മോക്കിംഗ് ഉള്ളവരെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ബോഡി വെയിറ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇതായിരിക്കും ഏറ്റവും നല്ല പ്രിവെൻറ്റീവ് മെഷേഴ്സ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. അപ്പോൾ നമ്മുടെ മെസ്സേജും അത് തന്നെയാണ് ഇന്നത്തെ. മാമിന് നന്ദി പറയാം. താങ്ക് യു മാം.